നമ്മൾ മെറ്റീരിയാലിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഫോർ ഡിറ്റർമൈനിങ് മെറ്റീരിയാലിറ്റി ഓഫ് എൻ ഐറ്റം? അതായത് ഒരു ഓഡിറ്ററുടെ കണ്ണിൽ എന്തൊക്കെയാണ് മെറ്റീരിയൽ ആയിട്ട് ഉണ്ടാവുക? ഓഡിറ്റർ നോക്കുമ്പോൾ ഏതൊക്കെ ഐറ്റംസാണ് മെറ്റീരിയൽ ആവുക? അപ്പോൾ പല രീതിയിലും ഈ ഒരു ഐറ്റത്തിന് മെറ്റീരിയൽ ആവാം. അതെങ്ങനെയൊക്കെയാണ്? ലെറ്റ്സ് സീ. ഇൻഡിവിജ്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ മെറ്റീരിയൽ ആവാം. ഫോർ എക്സാമ്പിൾ 1000 രൂപയുടെ ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ ഒരു ചെറിയ കമ്പനിയിൽ അത് മെറ്റീരിയൽ ആവാം. ഓഡിറ്റർ അറ്റൻഷൻ കൊടുക്കണം. 1 കോടിയുടെ ട്രാൻസാക്ഷൻ ചിലപ്പോൾ ഒരു വലിയ കമ്പനിയിൽ മെറ്റീരിയൽ ആവില്ല. ഓഡിറ്റർ ശ്രദ്ധിക്കേണ്ട. ഓക്കെ, റിലേറ്റീവ് കോൺസെപ്റ്റ് ഓഫ് മെറ്റീരിയാലിറ്റി നമുക്കറിയാം അല്ലേ? അപ്പോൾ സിംഗിൾ ട്രാൻസാക്ഷൻ മെറ്റീരിയൽ ആവാം. അടുത്തത് എഗ്രിഗേറ്റ് ആയിട്ട് എങ്ങനെയാണ് ഒരു വസ്തു മെറ്റീരിയൽ ആവുക? ഫോർ എക്സാമ്പിൾ P&L ഉണ്ട്. ഓക്കെ, P&L ഉണ്ട്. P&L നമ്മൾ വൗച്ച് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ റോ മെറ്റീരിയൽസ് നോക്കി. അപ്പോൾ റോ മെറ്റീരിയൽസ് 50,000 രൂപ എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. ശരിക്കും 50,000 അല്ല. ആക്ച്വലി നമ്മൾ നോക്കി വന്നപ്പോൾ 48,000 രൂപയാണ് റോ മെറ്റീരിയൽസിന് അവർ ചിലവാക്കിയിട്ടുള്ളത്. ഇത് തെറ്റാണ്, ഇതാണ് കറക്റ്റ്. പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ 2,000 രൂപയുടെ മിസ്റ്റേക്ക് ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി കാര്യമാക്കില്ല. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തേക്ക് പോയി. സാലറി 70,000 രൂപയാണ് അവർ കാട്ടിയിട്ടുള്ളത്. നമ്മൾ നോക്കുമ്പോൾ ശരിക്കും 70,000 അല്ല. ആക്ച്വലി അവർ 69,000 രൂപ അവർ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കും 1000 രൂപയുടെ വ്യത്യാസം. അപ്പോൾ നമ്മളത് അത്ര മെറ്റീരിയലായിട്ട് കണ്ടില്ല. ഇപ്പോഴും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആയിട്ടില്ല. ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളൂ, 1000 രൂപയുടെ മിസ്റ്റേക്ക്. നമ്മളത്ര കാര്യമാക്കില്ല. പിന്നെ നമ്മൾ അടുത്ത അക്കൗണ്ട്സ് നോക്കി. അപ്പോൾ അതിലൊരു 2,000 രൂപയുടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ അടുത്തിട്ടുള്ള അക്കൗണ്ട്സ് നോക്കി. അങ്ങനെ നമ്മൾ ഓരോ അക്കൗണ്ട്സ് നോക്കി. എല്ലാറ്റിലും ഇങ്ങനെ ഓരോ മിസ്റ്റേക്സ്. 4,000, 2,000, 1,000, 500. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇത്രയും മിസ്റ്റേക്സ് വന്നു. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്ത് നോക്കിയപ്പോൾ 2,000 + 1,000 3,000, 3,000 + 2,000 5,000, 5,000 + 4,000 9,000, 11, 12, 12,500 റുപ്പീസിൻ്റെ മിസ്റ്റേക്കായി. എങ്ങനെ? എഗ്രിഗേറ്റ് ആയിട്ട് നോക്കിയപ്പോൾ. മനസ്സിലായോ? അപ്പോൾ എഗ്രിഗേറ്റ് ആയിട്ട് ഇപ്പം ഇതെന്തായി? ഒരു മെറ്റീരിയൽ മിസ്റ്റേക്കായി. ഒറ്റയ്ക്കൊരു അക്കൗണ്ട്സ് നോക്കിയപ്പോൾ മെറ്റീരിയൽ ആയിരുന്നില്ല. പക്ഷേ എല്ലാം കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആണ്. അപ്പോൾ ഇത് ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇൻഡിവിജ്വലി ഒരൊറ്റ അക്കൗണ്ട് വഴി മെറ്റീരിയൽ മിസ്റ്റേക്സ് ഉണ്ടാവാം. ചിലപ്പോൾ എല്ലാം കൂടി എഗ്രിഗേറ്റ് ആയിട്ടും മെറ്റീരിയൽ മിസ്റ്റേക്സ് ഉണ്ടാവാം. അടുത്തത് ലീഗൽ കൺസിഡറേഷൻ. സംതിങ് ഇല്ലീഗൽ ഈസ് ഓൾവേസ് മെറ്റീരിയൽ. അതായത് നമ്മളിപ്പോൾ വലിയൊരു കമ്പനിയുടെ ഓഡിറ്റ് ചെയ്യാണ്. ഓക്കെ, ആ ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് 50,000 റുപ്പീസിൻ്റെ ഒരു ഇൻകം വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ അത് സ്മഗ്ലിംഗ് ബിസിനസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. വലിയ കമ്പനിയാണ്, 100 കോടി രൂപയുടെ കമ്പനിയാണ്. പക്ഷേ ഈ 50,000 റുപ്പീസ് സ്മഗ്ലിംഗ് ചെയ്ത് വന്നിട്ടുള്ള ബിസിനസ്സാണ്, എമൗണ്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മിണ്ടാണ്ടിരിക്കണോ? ഇല്ല, ഇറ്റ്സ് ഇല്ലീഗൽ. നമ്മൾ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ എന്തിനാണ് ഈ 50,000 റുപ്പീസ് അല്ലേ ഉള്ളൂ? അതെ, ഇപ്രാവശ്യം 50,000 റുപ്പീസ് ആയിരിക്കാം. പക്ഷെ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം അത് കൂടും, അല്ലെങ്കിൽ അതിൻ്റെക്കാളും വലിയൊരു എമൗണ്ടിന് അവരിത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് അതിനെപ്പറ്റി അറിയണം. അതുകൊണ്ട് അതൊരു മെറ്റീരിയൽ ഇൻഫർമേഷനാണ്, അതൊരു മെറ്റീരിയൽ മിസ്റ്റേക്കാണ്. അടുത്തത് ലീഗൽ ഡെഫിനിഷൻ. ചിലപ്പോൾ ലീഗലി പറയും, അതായത് ഒരു ലോയിൽ പറയും ഇത്രയ്ക്കുള്ള എമൗണ്ട് മെറ്റീരിയലാണെന്ന്. അതായത് ഇറ്റ് മേ ബി ഡിഫൈൻഡ് ഓർ ഡിസ്ക്രൈബ്ഡ് ഇൻ ലോ ഇറ്റ് സെൽഫ്. എന്താണ് ലോയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക? വാട്ട് ഇസ് മെറ്റീരിയൽ എന്ന്. ഫോർ എക്സാമ്പിൾ കമ്പനി ലോയിൽ എന്താണ് അവർ പറഞ്ഞിട്ടുള്ളതെന്നറിയോ? നമ്മുടെ ടോട്ടൽ ടേൺ ഓവർ ഉണ്ടെന്ന് വിചാരിക്കുക. ടോട്ടൽ ടേൺ ഓവർ. സോ ഒരു P&L എടുത്ത് സെയിൽസ്, അതാണല്ലോ ടേൺ ഓവർ. സെയിൽസ് 100 കോടി രൂപയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ 100 കോടിയുടെ 1% എത്രയാണെന്ന് നമ്മൾ കാണണം. എത്രയാണ് കാണേണ്ടത്? 100 crore 1%. അത് എത്രയാണ്? 1 crore. ഓക്കെ, ഈ 1 crore മേലെ വരുന്ന എല്ലാ എക്സ്പെൻസസും നമ്മൾ സെപ്പറേറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്യണം.
ഫോർ എക്സാമ്പിൾ റോ മെറ്റീരിയൽസ് വാങ്ങി 2 crore ആണ്. നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ട് ഇവിടെ എഴുതണം. റോ മെറ്റീരിയൽസ് 2 crore. ഓക്കെ. റെൻറ്റ് 5 crore സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. കാരണം മോർ ദാൻ 1% ആണ് റെൻറ്റ് 5 crore. ടെലിഫോൺ എക്സ്പെൻസസ് 50 lakh സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണോ? വേണ്ട. ടെലിഫോൺ എക്സ്പെൻസസ് 50 lakh സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണ്ട. ഇൻ്റർനെറ്റ് എക്സ്പെൻസസ് 25 lakh സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണോ? വേണ്ട. 1% ടേൺ ഓവറിൻ്റെ അടിയിലാണ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കേണ്ട. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ക്ലബ് ചെയ്യും. ടെലിഫോൺ, ഇൻ്റർനെറ്റ്, മെയിൽ, അങ്ങനെയുള്ള എല്ലാം കൂടി ക്ലബ് ചെയ്തിട്ട് 1 crore ടോട്ടൽ. അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ടെലിഫോൺ, ഇൻ്റർനെറ്റും കാണിക്കണ്ട. കാരണം അത് മെറ്റീരിയൽ അല്ല. അപ്പോൾ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? കമ്പനി ലോയിൽ എന്താണ് പറയണേ? 1% ഓഫ് ദ ടോട്ടൽ ടേൺ ഓവർ. ഓക്കെ. അതിൻ്റെ മേലേക്ക് വരുന്ന എല്ലാ എമൗണ്ട്സും നമ്മൾ സെപ്പറേറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്യണം. സിമ്പിൾ. അതാണ് ലീഗൽ ഡെഫിനിഷൻ. അടുത്ത എന്താണ്? ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയാലിറ്റി ഇസ് നോട്ട് ഓൾവേസ് ഡിറ്റർമൈൻഡ് കൺസിഡറിങ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ബട്ട് ഓൾസോ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ്. ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കി 1000 കോടി വയ്ക്കുമ്പോൾ 500 കോടി മെറ്റീരിയലാണ്, 10,000 കോടി എടുക്കുമ്പോൾ 7,000 കോടി മെറ്റീരിയലാണ് ക്വാണ്ടിറ്റി വൈസ്. ഇനി ക്വാളിറ്റേറ്റീവ് ആവുക എപ്പോഴാണ്? ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. സപ്പോസ് നമ്മുടെ സെയിൽസ് മാനേജറുടെ അടുത്ത് നമ്മുടെ കമ്പനി പറഞ്ഞു, നിങ്ങൾ ഇക്കൊല്ലം 10 ലക്ഷം രൂപയുടെ സെയിൽസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതാണ് ടാർഗറ്റ്, 10 lakh rupees ടാർഗറ്റ് നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50,000 rupees ഞങ്ങൾ കമ്മീഷൻ തരാം എന്ന് പറഞ്ഞു. ഓക്കെ. ഇതാണ് സെയിൽസ് മാനേജറുടെ അടുത്ത് കമ്പനി പറഞ്ഞത്. സെയിൽസ് മാനേജർ ഒരു കൊല്ലത്തെ എല്ലാ സെയിൽസും ചെയ്ത് നോക്കിയപ്പോൾ ടാർഗറ്റ് എത്താൻ 10,000 രൂപയുടെ കുറവ്. അതായത് ടോട്ടൽ അദ്ദേഹം 9,90,000 rupees സെയിൽ ചെയ്തു. 10,000 രൂപയുടെ കുറവുണ്ട്. അപ്പം അയാൾ എന്ത് ചെയ്തു? 10,000 രൂപയുടെ ഫ്രോഡ് കാട്ടി. ഓക്കെ. 10,000 രൂപയുടെ ഫ്രോഡ് കാട്ടി ടോട്ടൽ സെയിൽസ് 10 lakh ആക്കി. ഓക്കെ. ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്യണോ വേണ്ട? ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പനിയുടെ മാനേജറാണ് സെയിൽസ് മാനേജർ. അയാൾ ഒരു കമ്പനിയിൽ ഫ്രോഡ് ചെയ്യാണ്. സോ 10,000 രൂപ ചെറിയ എമൗണ്ട് ആയിരിക്കാം. കമ്പയർ ടു ദ ടോട്ടൽ അസറ്റ്സ് ഓഫ് ദ കമ്പനി 10,000 rupees വളരെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും. പക്ഷേ അതാരാണ് ചെയ്തിട്ടുള്ളത്? സെയിൽസ് മാനേജറാണ്. അയാൾ എന്തിനാണ് ചെയ്തിട്ടുള്ളത്? അയാളുടെ സെയിൽസ് ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ. സോ അതൊരു മെറ്റീരിയൽ മിസ്റ്റേക്കാണ്. ഞാൻ അതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. സോ ചില കാര്യങ്ങൾ എന്തായിരിക്കും? ക്വാണ്ടിറ്റി വൈസ് ആവില്ല, നമ്മൾ ക്വാളിറ്റി വൈസും നോക്കണം. അടുത്തത് ഇൻസിഗ്നിഫിക്കൻറ്റ് ക്വാണ്ടിറ്റി ബട്ട് സ്പെഷ്യൽ കോണ്ടെക്സ്റ്റ്. ഇൻസിഗ്നിഫിക്കൻറ്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ചെറിയ ഒരു എമൗണ്ട് ബട്ട് സ്പെഷ്യൽ കോണ്ടെക്സ്റ്റ്. ഇതെപ്പോഴാണ്? ചില സോഫ്റ്റ്വെയർസ് ചില സോഫ്റ്റ്വെയർസ് എന്ത് ചെയ്യും? 50 പൈസയുടെ മേലെ വന്നാൽ അത് റൗണ്ട് ചെയ്യും. അതായത് 6.75 rupees എന്നുള്ളതിനെ അത് സോഫ്റ്റ്വെയർ റൗണ്ട് ചെയ്തിട്ട് എന്താക്കും? 7 rupees ആക്കും. ഓക്കെ. ഇവിടെ എന്താണ്ടായ? ഒരു 25 പൈസയുടെ റൗണ്ടിങ് നടന്നു. അപ്പോൾ ഒരു സാധാരണ കമ്പനിയിൽ ഈ സോഫ്റ്റ്വെയർ ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു മെറ്റീരിയൽ ആയിട്ടുള്ള മിസ്റ്റേക്ക് അല്ല, സാധാരണ ഒരു കമ്പനി പോലെ ആണെങ്കിൽ. പക്ഷേ ഇതൊരു സാധാരണ കമ്പനിയിലല്ല സംഭവിക്കണം. ഇതൊരു ബാങ്കിലാണ് സംഭവിക്കണമെങ്കിലോ? ബാങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ട്രാൻസാക്ഷൻസ് ഉണ്ടാവും? ചിലപ്പോൾ ഒരു മാസം 10 കോടി ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. എത്ര ട്രാൻസാക്ഷൻസ് ഉണ്ടായ? 10 കോടി. 10 കോടി ട്രാൻസാക്ഷൻസിൽ ഈ സോഫ്റ്റ്വെയർ 25 പൈസ റൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം അതൊരു വലിയ എമൗണ്ട് ആവില്ലേ? ആവും. അപ്പോൾ ചില സ്പെഷ്യൽ കോണ്ടെക്സ്റ്റിൽ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി സ്പെഷ്യൽ കോണ്ടെക്സ്റ്റിൽ മെറ്റീരിയൽ ആവാം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓഡിറ്റർ മെറ്റീരിയൽ ആയിട്ടുള്ള മിസ്റ്റേക്സ് ഏതാണെന്ന്
ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് ഓഫ് മെറ്റീരിയാലിറ്റി മനസ്സിലായില്ലേ? സിമ്പിൾ കൺസെപ്റ്റാണ്, ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്, എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്, നന്നായി പഠിക്കാം. സോ അതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ നോക്കാം.